സുഹൃത്തുക്കളെ, ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു തട്ടുകടയിൽ ഒരു ബോർഡ് കണ്ടു, മുട്ടക്കാന്താരി റെഡിന്ന്. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ കയറി കഴിഞ്ഞ് ഒരു ഓർഡറും ചെയ്തു. അതിൽ നോക്കിയപ്പോൾ ആൾ നൂലിൽ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ആ മുട്ട പുഴുങ്ങിയതെടുത്ത് നേരെ പൊളിച്ചതിന് ശേഷം അത് ഒരു പാത്രത്തിൽ നിന്ന് ഒരു ചമ്മന്തി പോലത്തെ ഒരു ഇതിൽ സാധനം ചമ്മന്തി എടുത്ത് ഈ മുട്ട ഇതുമ്മ തേച്ച് പുരട്ടി കഴിഞ്ഞ് രണ്ടും ചേർത്ത് എനിക്ക് തന്നു. അത് ഞാൻ കഴിച്ചു. നല്ല ചൊടിയും മിടുക്കൊക്കെ അതിന് ശേഷം എനിക്കുണ്ടായി. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഇത് ചെയ്തപ്പോൾ ഇതിലൊരു ചെറിയ മാറ്റമൊക്കെ വരുത്തി ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ ചെയ്തേക്കാണ്. അതായത് ഇതിനാവശ്യം നല്ല കാന്താരി മുളക്, അതേപോലെ പുതിന, കറിവേപ്പില, അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇതിൻ്റെ അടിയിലാണെന്ന് തോന്നുന്നു ഒരു ശർക്കര പീസ്. ഇത് ചേർത്ത് കൂട്ടി അരച്ച് ഇതുമ്മ പുരട്ടുക ചെയ്യുന്നത്. പുരട്ടി കൂട്ടി ചേർത്ത് നമുക്ക് തരും. അപ്പോൾ ഇത് പുതിന, ഇത് ഔഷധ മുട്ട കാന്താരി എന്നും പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചേക്കണത്. ഇതൊക്കെ ഔഷധം തന്നെയാണ്. കാന്താരി ഔഷധമാണ്, അതുപോലെ തന്നെ പുതിന ഔഷധ ഗുണമുള്ളതാണ്, കറിവേപ്പില ഔഷധ ഗുണമുള്ളതാണ്, കൊളസ്ട്രോൾ കുറയ്ക്കാൻ വളരെ നല്ലൊരു സാധനമാണ്. ഡെയിലി ഒരു തണ്ട് കറിവേപ്പില ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ കുറയുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ മുട്ട കാന്താരിയിലേക്ക് കിടക്കാം. ഇത് ഞാനിതേ അരച്ച് തേക്കാൻ പോവാണ്. ഇത് തന്നെ സംഭവം. കുറേശ്ശതാക്കി ഇത് നമ്മൾ കഴിക്കുന്നതല്ലേ, വയറിലെത്തും. ഇത് തന്നെ സംഭവം. ഇത് എന്നിട്ട് ഇങ്ങനെ രണ്ടും കൂട്ടി ചേർക്കും. രണ്ട് പീസും അങ്ങോട്ട് കൂട്ടി ചേർത്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇത് തരുന്നത് കടയിൽ. അപ്പോൾ ഇത് ഞാൻ കഴിച്ച് നോക്കാൻ പോകും. അന്ന് കടയിൽ നല്ല ഇതുണ്ടായി. ഇപ്പോൾ എൻ്റെ രീതിയിൽ വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടെ പുതിനയൊന്നും ചേർക്കണില്ല എന്ന് പറഞ്ഞത് എന്നോട് ഞാൻ ചോദിച്ചപ്പോൾ. എന്നാലും ഫുൾ സീക്രറ്റ് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്നില്ല. അപ്പോൾ മുട്ട കാന്താരി റെഡി. ഞാൻ കഴിച്ചു നോക്കാൻ പോവാണ് കേട്ടോ.